ഞാൻ ഈ മക്കളെയും കൊണ്ട് എങ്ങോട്ടാ എന്നല്ലേ? അതെ, ഒരു ഈവനിങ് വാക്ക്. പക്ഷെ ഞങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ പോയിന്റും ഉണ്ട്. സ്നേഹത്തോടെയുള്ള ഇവരുടെ നടത്തം ഇവരുടെ ഫേവറേറ്റ് പ്ലേസിലേക്കാണേ. അതാണ് ഈ ഒരു ഉത്സാഹം. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ മാറി തുടങ്ങി, നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ വളരെയധികം കുറഞ്ഞു. രാത്രിയും രാവിലെയൊക്കെ തണുപ്പ്. പിന്നെ ഈ ഓടിക്കയറുന്നത് തൊട്ടടുത്തുള്ള ഒരു ഗ്രോസറിയിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരു സ്ഥിരം വിസിറ്റേഴ്സ് ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ കളിച്ച് നല്ലോണം ക്ഷീണമൊക്കെ ആവുമ്പോൾ തീർച്ചയായും ഇവർ വന്ന് വിശക്കുന്നു എന്നായിരിക്കും ആദ്യം പറയുക. അപ്പം അതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മുടെ കയ്യിലും വേണമല്ലോ. ആദ്യം തന്നെ ഒരു കുപ്പി വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവർക്ക് ജ്യൂസ്. അതെ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, ഞാൻ ഇതെടുക്കട്ടെ എന്ന്. അപ്പം അവർക്ക് വേണ്ട ജ്യൂസൊക്കെ വേഗം കയ്യിലെടുത്ത് വേഗം നെക്സ്റ്റ് സെക്ഷനിലേക്ക് നോക്കും. ഇതാണ് ഇവരുടെ സെക്കൻഡ് സെക്ഷൻ. അതെ, ചോക്ലേറ്റോ ബിസ്ക്കറ്റോ. അവൻ അവിടെ ഇരുന്ന് ടാറ്റ ഇരുന്ന വേറൊന്നുമല്ല, ലേസാണ് അവൻ്റെ നോട്ടം. ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് വേഗം തിരിച്ചു വന്നു. പിന്നെ അവർക്ക് വേണ്ട ബിസ്ക്കറ്റും ചോക്ലേറ്റൊക്കെ എടുത്ത് നമ്മൾ വേഗം ബില്ല് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജി ആട്ടോ നടക്കാൻ. ഇവരുടെ നടത്തത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സ്പീഡൊക്കെ ഇത്തിരി കൂടി, ആവേശം കൂടി വേഗം തന്നെ പാർക്കിലേക്ക് എത്തും. യെസ്, ഇതാണ് നമ്മുടെ പാർക്ക്. ഇന്നൊരു വർക്കിൻ്റെ ആയതുകൊണ്ടാവാം പൊതുവെ ഒരു തിരക്കൊന്നും കാണുന്നില്ല. ഇനിയിപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു ദിവസമാണെന്ന് എന്നതിൻ്റെ പ്രത്യേകതയാണോ എന്നറിയില്ല. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ വന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നു കൊള്ളണമെന്നില്ല. കാരണം ഈ ഒരു ഭാഗത്ത് അധികവും ലേഡീസ് ആയിരിക്കും. സോ അവരുടെ പ്രൈവസി നമ്മൾ നോക്കണമല്ലോ. നമ്മുടെ വീഡിയോ എടുക്കൽ മാത്രം നടന്നാൽ പോരല്ലോ. സോ ഇത്രയും ഹാളൊഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ ഈ പാർക്ക് കണ്ടിട്ടില്ല. അതിൻ്റെതായ ഒരു ആവേശം ഇന്ന് അവരുടെ കളിയിൽ കാണാനുണ്ടായിരുന്നു. കാരണം ഒരു നേരം പോലും റെസ്റ്റ് എടുത്തിട്ടില്ല. അല്ലെങ്കിൽ കുറച്ചു നേരം കളിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന രണ്ടുപേരും ഇന്നൊരു തവണ പോലും എൻ്റെ അടുത്തേക്കേ വന്നിട്ടില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ അവരുടെ അടുത്ത് പോയി നിന്നു എന്നല്ലാതെ അവരൊരിക്കൽ പോലും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഈ സമയം എത്ര വിലപ്പെട്ടതാണെന്ന് അവർക്കിപ്പം മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോഴല്ലേ മനസ്സിലാവൂ. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. പിന്നെ ഇതിനോട് ചേർന്ന് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ഇവർക്ക് കളിക്കാൻ വേറൊരു ഏരിയ, ടർഫുണ്ട്. സോ അടിപൊളിയാണ്. മക്കൾക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്ന് കളിക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ പാർക്കാണെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇവർ കളിക്കുമ്പോൾ എനിക്കുള്ള പരിപാടി എന്താണെന്നല്ലേ? അത് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാനിങ്ങനെ ഇരിക്കും, എന്നിട്ട് പോകുന്ന എല്ലാ വിമാനങ്ങളിലേക്കും നോക്കും. അതെന്തിനാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ അത് നോക്കിയിരിക്കൽ ഒരു പ്രത്യേക സുഖം. പിന്നെ ഇവരുടെ കളിയും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.